നേരം വെളുത്ത കണ്ണ് കീറി വിശന്ന് വാപൊളിച്ച് വരുന്നപ്പോ ഞാൻ കണ്ട കാഴ്ചയപ്പത്. എനിക്ക് നേരം വെളുക്കുന്നത് 7 മണിക്ക്. ആണോ? അതിപ്പോ എന്റെ കുഴപ്പമാണ്. അല്ല ഈ അമ്മായിമ്മേനെ ന്യായീകരിക്കാൻ എന്തവിടെ? എന്തോടെ അമ്മായിമ്മേനെ ന്യായീകരിക്കുന്നേ? നേരത്തെ രാവിലെ 6 മണിക്ക് നല്ല മഴയാട്ടോ. ഇന്ന് മുഹറം 10 നല്ല മഴയാ. നല്ല മഴക്കാലം. എവിടേക്കോ വയനാട്ടിൽ ബൈപ്പാസിൽ ഉള്ളു പൊട്ടി എന്നൊക്കെ പറയുന്നതായിട്ട്. ഈ മനസ്സിന് ഭയങ്കര കിട്ടുകിട്ടുമായി മഴക്കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഗുഡ് മോർണിംഗ്, എൻ്റെ സുൽപ്പാത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഓക്കെ, അതാ അമ്മായിമ്മേനെ കളിയാക്കുന്ന പരിപാടി. അമ്മ ഫുഡ് വീഡിയോയായിട്ട് വളരെ കുറവാലേന്ന്. ആണമ്മ? പ്ലേറ്റില് കുറവാലേന്ന്. അതായത് പ്ലേറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ പ്ലേറ്റിൽ വേഗം കുറയുന്നുണ്ടല്ലേ ചോദിക്കുന്നില്ല. ഭക്ഷണം വെപ്പ് കുറച്ച് കുറവാ. നീ തിന്നുകൊണ്ടേ ഇത് പറഞ്ഞു കേട്ട് 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 എന്റെ വിശപ്പ് കിട്ടും. എന്നെ ഉദ്ദേശിച്ചാൽ നീ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ അമ്മയുണ്ടല്ലോ ഹോട്ടലൊക്കെ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ പറയും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ഭൂരിഭാഗം അമ്മേന്റെ പ്ലേറ്റിൽ ഇരിക്കും. ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ഇഷ്ടം. നിങ്ങൾ തിന്നു കഴിഞ്ഞിട്ട് ടേസ്റ്റ് ഉണ്ടോ പരീക്ഷിച്ച് തിന്ന് ഓർഡർ ചെയ്ത് ഇഷ്ടം. ആയിക്കോട്ടെ. എന്താ ചോക്കൂട്ട ഉണ്ടാക്കി വെച്ചോലെയാണോ ചോക്കൂട്ടൻ എല്ലാരും വിളിക്കുന്നത്? ഇത് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കനും കേട്ടോ. ഒരാളുടെ ബർത്ത്ഡേ ഞാൻ പറയില്ല, നിങ്ങൾ പറയാറുടെയാണ്. 20 വയസ്സ് തികയാണ്. അത് ആരാണ് എന്നെ ഞാനുമായിട്ട് അവൾക്കുള്ള ബന്ധമുണ്ട് നിങ്ങൾ പറയും. ഞങ്ങൾ ഇന്ന് ഗീ റൈസും ചിക്കനും ഉണ്ടാക്കുന്നത് കാരണം ചിക്കൻ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ മാർക്കറ്റിൽ പോകുകയാണ് കേട്ടോ. മുടിയൊക്കെ നരച്ച് ഒരാളിപ്പോൾ വണ്ടീൻ്റെ ഫ്രണ്ട് സീറ്റിലേ ഇരിക്കുള്ളൂ. കയറിയ പാട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുന്നുണ്ടാവും. ജോജു ജോർജ് പൊന്നു സീനായില്ലേ. ഇന്ന് 2 ആളുടെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ. എൻ്റെ മോളതും എൻ്റെ ചേച്ചീൻ്റെ മോളതും. ജനിച്ച വർഷങ്ങൾ വേറെയാണെങ്കിലും ജനിച്ച ദിവസങ്ങൾ ജൂലൈ 17. മുടിയൊക്കെ ഭയങ്കരമായി നരച്ചിട്ടുണ്ട്. ഒന്ന് ഡൈ ചെയ്യാനായിട്ടുണ്ട്. ഇവർ നാളെ മറ്റന്നാളെ വയനാട്ടിലേക്ക് തിരിച്ചു കൊണ്ടു. ചിലപ്പോൾ ഞാനും പോകും, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഡ്യൂട്ടി ഉണ്ട്. തിരുവനന്തപുരത്താണ് ഞായറാഴ്ച. അപ്പോൾ അറിയില്ല ഞാൻ ഇവിടെ പോകേണ്ടി വരുമോ ഇല്ലയോ എന്ന്. ജോൺസേട്ടായി രാവിലെ തുടങ്ങിയ ഫോണിലാണ്, അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ജോജുനെ 18 വയസ്സാകുമ്പോഴേക്കും വണ്ടി ഓടിക്കാനൊക്കെ പഠിപ്പിക്കണം, എന്നാലേ നമുക്കൊരു ഡ്രൈവറെ കിട്ടും. ജോജു, ഇതാണ് നമ്മുടെ കോഴിക്കോട് മാർക്കറ്റ് കേട്ടോ. ഇന്ന് മീനൊക്കെ കുറവാന്ന് തോന്നുന്നു. ഒന്നാമത് ഭയങ്കര മഴയൊക്കെ ആയിട്ട്. ഞാൻ പോകുന്നത് മത്തീൻ്റെ മുട്ട വാങ്ങാനാട്ടോ. പോരെ ഓ കല്ലുമ്മക്കായ കല്ലുമ്മക്കായ കടുക്ക നോക്കട്ടെ. വലുതുണ്ടോ? വലുതുണ്ടേ കുറച്ച് പൊടിച്ചോ. പൊടിച്ചതിന് എത്ര 1 കിലോയ്ക്ക്? 1 കിലോ. വേണ്ട വേണ്ട എണറില്ലെന്ന് തീർന്നോ? എത്ര മണിക്ക് വരണം? രാവിലെ വരണം അല്ലേ? വേണ്ട മീൻ വേണ്ട വേണ്ട ഇന്ന് ചിക്കൻ വാങ്ങി. ഇതാ എണറ്. എന്ത് സിമ്പിളായിട്ട് ഇവര് മത്തി നന്നാക്കുന്ന നോക്കി നമുക്ക് പറ്റുമോ? അങ്ങനെ വീട്ടിൽ മീൻ വാങ്ങിക്കൊണ്ടായി അട്ടിയാ മത്തി നന്നാക്കാൻ ബുദ്ധിമുട്ടാന്ന്. ഇത്തിരി മത്തീൻ്റെ എണ്ണ തന്നെ. നമ്മളിവിടെ കുറച്ച് കല്ലുമ്മക്കായും വാങ്ങാൻ പോവാം. എനിക്ക് വലുതെടുത്താ ഈ പൊടിച്ച കല്ലുമ്മക്കായ്ക്കാട്ടോ 300 അല്ല 200, അല്ലാത്തതിന് 300 രൂപ.
മീൻ വാങ്ങി വന്നപ്പോഴേക്കും പൊരിഞ്ഞ മഴ. ഇനി എങ്ങനെ വണ്ടിയിലേക്ക് കയറുന്നറിയില്ല. വണ്ടി ചെയ്യണ്ട അവിടെ കിടക്കുന്നു. ഞാൻ ചെയ്യുന്നു. ആഗ്രഹിച്ച 2 സാധനവും വാങ്ങാൻ പറ്റി കേട്ടോ. ഇപ്പൊ ഞങ്ങൾ ഫിഷൊക്കെ വാങ്ങി വീട്ടിലെത്തി കേട്ടോ. അതേ എണ്ണ നല്ല അടിപൊളി ഫ്രഷ് എണ്ണറാണെന്ന് കിട്ടിയത്. ചിക്കൻ കറി വെക്കാന്, ചിക്കൻ പൊരിക്കാന്, അല്ല കല്ലുമ്മക്കായ ഫ്രൈ, ചക്കര ചിക്കൻ കറി വെക്കുന്നേ. ചിക്കൻ കറി വെച്ച് എല്ലാ സാധനം. പിന്നെ ബ്രെഡ് ജോൺസിന്റെ വാങ്ങിക്കൊണ്ടേ. ഇന്നലെ വാങ്ങിയത്. അതിന്റെ പാത്രമൊക്കെ പഴയത് നാശമായിപ്പോയി. കുറേ പഴയതല്ലേ. കിണർ ഇങ്ങനെ ആക്കിയപ്പോഴേക്കും കുറേ വെള്ളം പോലെ കേട്ടോ. ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റണം. നെയ്ച്ചോറും വേഗാവില്ലേ അമ്മ? വിശക്കുന്നില്ല ഭയങ്കര. എൻ്റെ വയറ് ഫുള്ളായില്ലമ്മ രാവിലെ. എനിക്ക് ഭയങ്കര വിശക്കുന്നു. അയ്യോ, കാഷ്യൂ നട്ടിൻ്റെ വീഡിയോ എടുക്കാം. എനിക്ക് കുറേ പ്രൊമോഷൻ വീഡിയോയ്ക്ക് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അയ്യോ ഇതേ കര തിന്നു ചക്ക വരട്ടിയത്. ജോജിത് വേണ്ടേ തിന്നാൻ? നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. അണ്ടിപ്പരിപ്പ് ചുട്ടനാടൻ. ഇനി ആർക്കും അണ്ടിപ്പരിപ്പ് കഴിക്കാൻ തരില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പൊളി കിട്ടുന്നില്ല. ഇത് തണുത്ത് വരാം. അത് അന്ന് അമ്മ തുറന്നത്. അമ്മ തുറന്ന് ഫസ്റ്റ് എടുത്ത് തിന്ന് വീഡിയോ എടുക്കാതെ ഇല്ല. ഞാൻ എന്തോ അറിയാതെ പറഞ്ഞു. അവര് വാശിയുള്ളൂ, ബുദ്ധിയില്ല. എന്റെ മോളാട്ടോ ചിക്കൻ കറി വെക്കണേ. ഇതൊക്കെ നമ്മൾ എണറായത് തിന്നാൻ പോവുക കേട്ടോ. മത്തിയുടെ മുട്ട തിന്നാൻ പോവുക. ഇതേ ഒരാൾ പ്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ച് നമുക്കൊന്നും തരാണ്ടിരിക്കുകയാണ് അവൻ. തടാ തടാ തടാ. ഇടയ്ക്ക് ഞാനൊന്ന് ഓഫീസിലേക്ക് വന്നു കേട്ടോ. എനിക്കെന്തല്ല ഭയങ്കര അലർജി. കഴുത്തിലൊക്കെ എന്തോ ഒരു ജീവി കടിച്ചിട്ട് എല്ലായിടത്തും ചുമന്ന് തിമിർത്തിരിക്കുന്നു. അപ്പം ഇനി പോയി നല്ല ചൂട് നെയ്ച്ചോറും ചിക്കനും കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഓഫീസിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഇവിടെ എപ്പോഴും ഭയങ്കര ഫോട്ടോഷൂട്ടാണ്. ഇവിടെ ഫോട്ടോഷൂട്ടിൻ്റെ പറുദീസയാണ്. ഞാൻ ഓഫീസിൽ പോയി വന്നപ്പോഴേക്ക് ഇതേ നല്ല ചൂട് ജീരക വെള്ളം, പപ്പടം, സാലഡ്, കല്ലുമ്മക്കായ പൊരിച്ചത്, ചിക്കൻ കാല് പൊരിച്ചത്, ചിക്കൻ കറി, നെയ്ച്ചോറ്, പിന്നെ ഇതാ സ്വീറ്റ് അമ്മ. ഇതൊക്കെ ഉണ്ടാക്കി അമ്മ. കറി വെച്ചത് ഇവിടെ മോളാട്ടോ. കറി വെച്ചത് എൻ്റെ മോളാണ്. യെസ്, കഴിക്കാം നമുക്ക്. എന്തിനാ ഷെയിം ഷെയിം? പോരാ പോരാ. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാമോ? ആ ജോജുനില്ല കല്ലുമ്മക്കായ. അതെ ഇടണോ വേണ്ടല്ലോ. അത് പുറത്ത് മഴ. അയ്യോ, എനിക്കാണെങ്കിൽ കുറച്ച് തുണി അലക്കാണ്ട് മടക്കാനുണ്ട്. മഴയായിട്ട് ഉണങ്ങുന്നേ ഇല്ല കേട്ടോ. ഇവിടുത്തെ ഒരു കുഴപ്പതാണ്. അച്ചാറില്ലേ? ഇങ്ങനെ വിളമ്പി തരുന്ന ഒരു അമ്മയെ നിങ്ങൾക്ക് വേണോ അതോ നിങ്ങൾക്കുണ്ടോ? കൊടുക്കുവോ? അമ്മേനെയാ കൊടുത്താലമ്മ പോകുമോ? നല്ല അടിപൊളി നെയ്ച്ചോറ്, ചിക്കൻ പൊരിച്ചത്. അമ്മ ഇത് കഴിച്ചിട്ട് എനിക്ക് ഇനി ഓഫീസ് പോകണം. ഈ ഫുഡൊക്കെ കഴിച്ച് ഓഫീസിലേക്ക് വന്നിട്ടോ. പക്ഷെ ഇവിടെ ആരും ഇല്ലെന്ന്. ഇന്ന് മുഹറം 10 ഇതേ ഞങ്ങൾ 3 പേര്. 3 പേരായപ്പോൾ ഇവർക്ക് ഇന്ന് ബിരിയാണി കിട്ടി. എനിക്ക് കിട്ടില്ല.
വേണ്ട വീട്ടിലെല്ലാരും ചോറ് വയ്ക്കാൻ വെച്ചിരുന്നു. എനിക്ക് എന്തൊക്കെയാ നിനക്ക് അറിയില്ലല്ലോ, വീഡിയോ കാണുമ്പോൾ കണ്ടോട്ടോ. കാട ബിരിയാണിയോ? ഞാൻ കാട ബിരിയാണി ഒന്നും കഴിക്കില്ല. അതെ, അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വേഗം കാണാം. ഇറ്റ്സ് മീ അനാ ജോൺസൺ ഫ്രം തിന്നു തിന്നു തിന്നിക്കൊണ്ടേ ഇവളിതാ ഞാൻ പറഞ്ഞ കേട്ടിട്ട് തടിക്കുന്നുണ്ട്.